എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം ബൺ മസ്ക റെസിപ്പി മാത്രമാണ് കേട്ടോ കാണുന്നത്. നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? നമുക്ക് ഉണ്ടാക്കാന്നേ ഒരു ബൺ മസ്ക. വെറും മൂന്നേ ഇൻഗ്രീഡിയന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യം തന്നെ ഒരു 4 ബൺ എടുക്കുക, എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. ഇതിൽ ബണ്ണ് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ടോസ്റ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. സൂക്ഷിച്ചെടുക്കുക, കുറേ നേരം ആവരുത്. ആദ്യം ഇട്ടത് എൻ്റെത് കരിഞ്ഞു പോയിട്ട് പിന്നെ ഞാൻ രണ്ടാമതാണ് വീണ്ടും 4 ബണ്ണെടുത്ത് ചെയ്തത് കേട്ടോ. യൂട്യൂബിൽ എവിടെ നോക്കിയാലും വൈറലായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു ക്രീമിന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ എടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബട്ടർ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. ഇതിനൊന്നും ഒരു കണക്കില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എൻ്റെ കയ്യിൽ ഹാൻഡ് ബ്ലെൻഡർ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് അങ്ങ് ബീറ്റ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കൊരു വിസ്ക് വെച്ചിട്ടോ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ബണ്ണ് രണ്ടായിട്ട് മുറിക്കുക. ഈ ഒരു ക്രീം മൊത്തത്തിൽ ഒരു സൈഡ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മടക്കുക കേട്ടോ. ഇതേപോലെ ചെയ്യണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം ഇതേപോലെ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ മൊത്തത്തിൽ. അതായത് നമ്മുടെ ആ ക്രീം ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ മൊത്തത്തിൽ. ഇതിന്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇറാനി ചായയാണ്. അത് ഈ മസാലയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു ചായയാണ് കേട്ടോ. നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാനിവിടെ നോർമൽ ചായ ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ആ ബൺ മസ്ക ഒരെണ്ണം എടുക്കുക. എന്നിട്ട് കുറച്ച് മുറിക്കുക, ചായയിൽ മുക്കിയിട്ട് കഴിക്കുക കേട്ടോ. ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും ഒരു വട്ടമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലതാണേ. ബൈ.